എൻ്റെ ബാത്ത് ആൻഡ് ബോഡി എസെൻഷ്യൽസ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുളിക്കുന്നതിന് മുമ്പും കുളിക്കുമ്പോഴും എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നൊന്ന് പറയാം. വളരെ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നൊരു വീഡിയോ ആയിരിക്കും. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ. ആദ്യമായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ ഷാംപൂ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഈ ഒരു ഷാംപൂ ആണ് കേട്ടോ. ഇതിനകത്ത് പാരഫിനും സിലിക്കണും സൾഫേറ്റും ഒന്നുമില്ല. അതുപോലെ തന്നെ വീഗൻ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. മൃഗങ്ങളെ ഒന്നും ക്രൂവൽറ്റി ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് അല്ല. പിന്നെ ഇത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഹെയർ ഫോൾ കൺട്രോൾഡ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിസിനെസ് ഒട്ടും വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് മുമ്പ് നല്ല രീതിയിൽ ഡാൻഡ്രഫൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷാംപൂ ആണ് ദ മാൻ കമ്പനിയുടെ ഈ ഒരു ഷാംപൂ. ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഇല്ല ഒട്ടും തന്നെ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് തീരുന്നതിന് മുന്നേ ഞാൻ ഓർഡർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഈ ഒരു ഷാംപൂ. സൾഫേറ്റ് ഫ്രീ ഷാംപൂസാണ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാൻ നിൽക്കാറ് അധികവും. നമ്മൾ ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കണ്ടീഷണർ. അതേ ബ്രാൻഡിൻ്റെ തന്നെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു ആർഗൺ ആൻഡ് ലാവൻഡറിൻ്റെ ഒരു സ്മെല്ലുള്ള ഒരു സാധനമാണ് ഇത്. ഇത് നമ്മളെ ലീവ് ഇൻ കണ്ടീഷണറാണ്. 2-3 മിനിറ്റ്സൊക്കെ തലയിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിരിക്കും ഹെയർ. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് ഹെയർ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഷാംപൂ ഉപയോഗിച്ചിട്ട് കണ്ടീഷണർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഷാംപൂ ഡെയിലി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ വരും. തലയിൽ കുരുക്കളും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ഭയങ്കര ഓയിലി സ്കാൽപ്പൊക്കെ ആയിരുന്ന ഒരു സമയത്ത് പിന്നെ ഇത് ഡ്രൈ ആയിട്ട് മാറി എന്തൊക്കെയോ ഒരു കളിയായിരുന്നു എൻ്റെ തല കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലേറ്റർ ഓൺ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്നല്ല എൻ്റെ സ്കാൽപ്പ് കുറച്ച് റെഡിയായി. ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ എനിക്ക് കണ്ണിലിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. ഞാൻ ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ വാസ് നോട്ട് ദെയർ. സോ നാളത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. ഇനി അടുത്തത്, കുളിക്കുന്ന സമയത്ത് എന്തായാലും ദേഹം കഴുകണം. ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല. പകരം ഒരു സോപ്പ് കമ്പനിയുടെ തന്നെ ബോഡി വാഷ് അല്ലെങ്കിൽ എന്താ പറയുക, ഷവർ ജെൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇത്രയായിട്ടേ ഉള്ളൂ. ഞാൻ കണ്ടറിയാൻ പറ്റും. ഞാനത് കുറേ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ലൂഫി ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഇത് കയ്യിലെടുത്ത് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഷവറിൽ ദേഹത്ത് പുരട്ടിയിട്ടാണ് കുളിക്കാറ്. അടിപൊളി. ഇതിനകത്ത് 0% പാരബിനും കാര്യങ്ങളൊക്കെയാണ്. സോപ്പുമില്ല. പിന്നെ പ്യുവർ ഗ്ലിസറിൻ, നാച്ചുറൽ ഓയിൽസ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ പിയേഴ്സ് സോപ്പിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു പരസ്യമൊക്കെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, ഈ ഒരു ഷേപ്പിൽ വരുന്ന ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലാണ് ഇതിന്. ഡിഫറെൻറ്റ് സ്മെല്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ് ഈ സ്മെല്ല്. അങ്ങനെ. അപ്പോൾ ഇത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ദേഹം കഴുകിക്കഴിഞ്ഞാൽ ഒട്ടും ഡ്രൈ ആവില്ല. സ്കിന്ന് നല്ല പെർഫെക്റ്റ് ആൻഡ് സ്മൂത്തി ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ബോഡി മിസ്റ്റ് അടിക്കണം. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ബോഡി മിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബോഡി മിസ്റ്റുകൾ, ഒന്ന് ഈ അക്വലോജിക്കയുടെ ബോഡി മിസ്റ്റും 3 എണ്ണം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ വാനില എന്ന് പറയുന്നൊരു അക്വലോജിക്കയുടേത്, പിന്നെ കണ്ടില്ലേ, പിന്നെ കിസ് എന്ന് പറയുന്ന ഒരെണ്ണം, പിന്നെ ഡ്യൂയി ഫ്ലോറൽ, സൺ കിസ്ഡ്, സ്വീറ്റ് സമ്മർ. വാനില ഇതിലില്ല കേട്ടോ. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടത് സ്വീറ്റ് സമ്മർ. സൺ കിസ്ഡിൻ്റെ വാനില ആണ് ഇഷ്ടം. ഇതാ, നിങ്ങൾക്ക് സ്മെല്ല് കിട്ടില്ലല്ലോ. ഓ, ഞാനിനി പോകുന്നിടത്തൊക്കെ വാനിലയുടെ സ്മെല്ലായിരിക്കും. നല്ല വനില ഐസ്ക്രീമിൻ്റെ സ്മെല്ല്. എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം ഇതാണ്. പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ വാനിലയുടെ മുകളിൽ ഇതടിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു സ്മെല്ല് കിട്ടും. സ്വീറ്റ് സമ്മർ അടിച്ച ഒരു പോപ്പിൻസിൻ്റെ ഒക്കെ ഒരു, നമ്മുടെ ഫാലൂഡയിലൊക്കെ ഇടുന്ന ഒരു സാധനമില്ലേ, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാത്ത് ആൻഡ് ബോഡി എസെൻഷ്യൽസിൽ വരുന്നത്. ഇതിൻ്റെ ഈ ഒരു 3 എണ്ണത്തിന് ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇതൊക്കെ